കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് ഒടുവിൽ ഒരു മല്ലയുദ്ധം പോലെ അവസാനിച്ചു. അവസാന റൗണ്ട് വരെ ഡൽഹി ബന്ധങ്ങളുടെ കരുത്തിൽ മുന്നിൽ നിൽക്കും എന്ന് കരുതിയ കെ.സി. വേണുഗോപാലിനെയും സീനിയോറിറ്റിയുടെ കണക്കുമായി കാത്തുനിന്ന രമേശ് ചെന്നിത്തലയെയും രാഷ്ട്രീയമായി മലർത്തിയടിച്ചാണ് വി.ഡി. സതീശൻ കസേരയിലെത്തിയത്. ഹൈക്കമാൻഡിന്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവെന്ന ഇമേജോടെയായിരുന്നു കെ.സി. ഇറങ്ങിയത്. ഡൽഹി തീരുമാനിച്ചാൽ കളി തീരും എന്ന ആത്മവിശ്വാസവും ക്യാമ്പിനുണ്ടായിരുന്നു. പക്ഷേ കേരള രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം അവസാന നിമിഷം കണക്ക് മറിച്ചു. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവാണ് വേണ്ടത് എന്ന മുസ്ലിം ലീഗിന്റെ കടുത്ത നിലപാട് കെ.സിയുടെ മുന്നേറ്റത്തിന് വലിയ ചെക്കായി മാറി. എം.എൽ.എമാർ പിന്നിൽ നിന്ന് കുത്തിയിട്ടും ഘടകകക്ഷികൾ സതീശനെ തുണച്ചു. എ.കെ. ആന്റണിയുടെ ഉപദേശം ഹൈക്കമാൻഡിന് തള്ളിക്കളയാനായില്ല. സതീശനെ വെട്ടാനിറങ്ങിയ എൻ.എസ്.എസിനും ഹൈക്കമാൻഡ് ചെവി കൊടുത്തില്ല. സമവായ ഫോർമുലയിലൂടെ അവസാന നിമിഷം കസേര പിടിക്കാമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷയും പൊളിഞ്ഞു. അണികളുടെ ആവേശം, പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെ ആക്രമണ മുഖം, UDF-നുള്ളിലെ സ്വീകാര്യത എല്ലാം ചേർന്നപ്പോൾ വി.ഡി. സതീശൻ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തി. LDF-നെ തോൽപ്പിക്കുന്നതിനേക്കാൾ കഠിനമായ പരീക്ഷണം അതിജീവിച്ച് വി.ഡി. മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ പതുങ്ങിയിരിക്കുന്ന മുറിവേറ്റവരോ മുഖ്യ ശത്രുക്കൾ.